തിരൂരങ്ങാടി ടുഡേ ഇംപാക്ട്. തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയുടെ പൊതുശൌചാലയത്തിൽ ഭിന്നശേഷിക്കാർക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവ് പരിഹരിക്കാൻ നടപടിയെടുക്കുമെന്ന് നഗരസഭ ആരോഗ്യ ചെയർമാൻ. നേരത്തെ പൊതുശൌചാലയത്തിൽ ഭിന്നശേഷിക്കാരും വയോധികരുമടക്കം അനുഭവിക്കുന്ന ബുദ്ധിമുട്ടിനെ കുറിച്ച് തിരൂരങ്ങാടി ടുഡേ വാർത്ത നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഭിന്നശേഷി സൗഹൃദ ശൌചാലയത്തിനുള്ള നടപടിയെടുക്കാൻ തീരുമാനമുണ്ടായിരിക്കുന്നത്. വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകിട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ. എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ 10% കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെയും 18 ക്യാരറ്റ് ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ. മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും 3000 രൂപ മുതൽ. കൂടാതെ പണിക്കൂലി 2.9% മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്, ബൈപ്പാസ് റോഡ്, ചെമ്മാട്. തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിലെത്തുന്ന വയോജനങ്ങളും ഗർഭിണികളും ഭിന്നശേഷിക്കാരടക്കം ശൌചാലയം ഉപയോഗിക്കാൻ സാധിക്കാതെ ബുദ്ധിമുട്ടുന്ന വാർത്ത നേരത്തെ തിരൂരങ്ങാടി ടുഡേ റിപ്പോർട്ട് നൽകിയിരുന്നു. വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് പൊതുശൌചാലയത്തിൽ ഭിന്നശേഷിക്കാർക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവ് പരിഹരിക്കാൻ നടപടിയെടുക്കാൻ നഗരസഭ ആരോഗ്യ വകുപ്പ് തീരുമാനമെടുത്തത്. തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രി രോഗി സൗഹൃദ ആശുപത്രിയായി നിലനിൽക്കുന്നതിന് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് നഗരസഭയും HMCയും പ്രതിജ്ഞാബദ്ധമാണ്. പോരായ്മകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അത് പരിഹരിക്കുന്നതിന് അടിയന്തര പ്രാധാന്യം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയുടെ പൊതു ശൗചാലയത്തിൽ ഭിന്നശേഷിയുടെ സൗകര്യം, അതിൻ്റെ അപര്യാപ്തതകളെക്കുറിച്ച്, പോരായ്മകളെക്കുറിച്ചൊക്കെ കഴിഞ്ഞ ദിവസം മീഡിയകളിൽ, വാർത്താ മാധ്യമങ്ങളിലൊക്കെ വന്ന വാർത്ത ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. സത്യത്തിൽ അത് ഒരു പോരായ്മയായി തന്നെയാണ് ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്നത്. അത് നേരത്തെ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവർക്ക് ആശുപത്രിയുടെ അകത്ത് തന്നെ ടോയ്ലറ്റ്, സൗകര്യപ്രദമായ ടോയ്ലറ്റ് ഒരുക്കിയിട്ടുണ്ടെങ്കിൽ പോലും ഒരു പൊതു ശൗചാലയം എന്നുള്ള നിലയ്ക്ക് അവർക്ക് കൂടി ഉപകാരപ്രദമാകുന്ന രീതിയിലേക്ക് അതിനെ സംവിധാനിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യവും നിർബന്ധവുമായ ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും ചൂണ്ടിക്കാണിക്കപ്പെട്ട വിഷയം അത് യാഥാർത്ഥ്യമാണ്, അത് ന്യായമാണെന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനാവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് അവരുടെ വീൽ ചെയർ അല്ലെങ്കിൽ കയറാനുള്ള റാമ്പ് സ്ഥാപിക്കുന്നതും അതുപോലെ തന്നെ ഉള്ളിൽ യൂറോപ്യൻ ക്ലോസറ്റ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി ആശുപത്രി അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനാവശ്യമായ നഗരസഭയുടെ ഭാഗത്തുനിന്ന് ആവശ്യമായ എല്ലാ സഹായങ്ങളും ഉണ്ടാവും. ഒരു രോഗി സൗഹൃദ ആശുപത്രി എന്നുള്ളത് പോലെ തന്നെ ഒരു ഭിന്നശേഷി സൗഹൃദ സ്ഥാപനമാക്കി ആശുപത്രിയെ മാറ്റിയെടുക്കണം. അവരുടെ അസൗകര്യങ്ങൾ തീർച്ചയായിട്ടും മുഖവിലെടുക്കേണ്ടതാണ്. ആ പരാതി തീർച്ചയായും അതിൻ്റെ ഗൗരവത്തോടു കൂടി ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അത് പുനഃസ്ഥാപിക്കാനും ആ പറയപ്പെട്ട പരാതി പരിഹരിക്കാനും നഗരസഭയും HMCയും പ്രതിജ്ഞാബദ്ധമാണ്. തീർച്ചയായും ഞങ്ങൾ ആ നടപടികളുമായി മുന്നോട്ട് പോകും. അടുത്ത ദിവസങ്ങളായിക്കൊണ്ട് തന്നെ പറയപ്പെട്ട പരാതികൾ പരിഹരിച്ച് അതിനാവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. താലൂക്ക് ആശുപത്രിയിൽ 2020 PK അബ്ദുറബ്ബ് MLA ആയിരിക്കെ തിരൂരങ്ങാടി നഗരസഭ ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 10 ലക്ഷം രൂപ ചെലവിൽ പൊതു ശൌചാലയം നിർമ്മിച്ചത്. ഇതിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും 3 വീതം ശൌചാലയ മുറികളാണ് നിർമ്മിച്ചിട്ടുള്ളത്. 3 ഭിന്നശേഷി സൗഹൃദ ശൌചാലയം എന്ന പേരിൽ ഒന്നുമുണ്ട്. മോർച്ചറിയിലേക്ക് വരുന്നവരും രോഗികളുടെ കൂട്ടിരിപ്പുകാരും ലാബിൽ പരിശോധനയ്ക്ക് എത്തുന്നവരും ഉപയോഗപ്പെടുത്തുന്ന ശൌചാലയമാണ്. എന്നാൽ എല്ലാ ക്ലോസറ്റുകളും സാധാരണ ക്ലോസറ്റുകളാണ്. ആശുപത്രിയിൽ ലാബിലേക്ക് പരിശോധനയ്ക്ക് എത്തുന്നവർ യൂറിൻ ടെസ്റ്റ് ചെയ്യുന്നതിന് യൂറിൻ എടുക്കാൻ ഇതിലേക്കാണ് വരാറുള്ളത്. എന്നാൽ പ്രായമായവരും ഗർഭിണികളും കാൽമുട്ടുവേദനയും മറ്റു ശാരീരിക ബുദ്ധിമുട്ടുള്ളവരും ഭിന്നശേഷിക്കാരും സാധാരണ ക്ലോസറ്റ് ആയതിനാൽ വളരെയധികം പ്രയാസം അനുഭവിക്കുകയാണ്. ഇതേ തുടർന്നാണ് തിരൂരങ്ങാടി ടുഡേ വാർത്ത നൽകിയത്. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.